ഹായ് എല്ലാവർക്കും മോളിവുഡിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ പുതിയതായി റിലീസ് ചെയ്ത മൂവികളും ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന മൂവികളെ കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ അമർത്തുക, കൂടെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റത്തെ മൂവി മസ്തിഷ്ക മരണം. കൃഷാന്ത് രജനി സംവിധാനം ചെയ്ത ഒരു സയൻസ് ഫിക്ഷൻ കോമഡി ചിത്രമായ മസ്തിഷ്ക മരണത്തിൽ രജിഷ വിജയൻ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നു. കൂടാതെ നിരഞ്ജൻ മണിയമ്പിള രാജു, ജഗദീഷ്, സുരേഷ് കൃഷ്ണ, ദിവ്യപ്രഭ, വിഷ്ണു അഗസ്ത്യ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. ആവാസവ്യൂഹം, പുരുഷപ്രേതം എന്നിവയാണ് കൃഷാന്തിന്റെ ശ്രദ്ധേയമായ സിനിമകൾ. തിയേറ്ററിൽ നിന്നും ഒരു ഏവറേജ് അഭിപ്രായം ലഭിച്ച ഈ മൂവി നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് പ്രേക്ഷകർ ഒരുപാട് നാളായി കാത്തിരിക്കുന്ന മലയാള മൂവിയാണ് ഹാൽ. സംഗീതത്തിനും പ്രണയത്തിനും പ്രാധാന്യം നൽകി ഷെയ്ം നിഗം പ്രധാന വേഷത്തിലെത്തിയ ഒരു മ്യൂസിക്കൽ ഇമോഷണൽ ഡ്രാമ ഫിലിമാണ് ഹാൽ. വീര സംവിധാനം ചെയ്ത ഈ മൂവിയിൽ ഷെയ്ം നിഗത്തിനെ കൂടാതെ സാക്ഷി വൈദ്യയും പ്രധാന വേഷത്തിലെത്തുന്നു. 2025 ഡിസംബറിൽ റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് മനോരമാക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കോടെ, അതായത് ഏപ്രിൽ 3-ാം തീയതി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതൊരു മലയാളം മൂവിയാണ് വലതുവശത്തെ കള്ളൻ. ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത ഈ മൂവി 2026 ജനുവരിയിലാണ് തിയേറ്ററിൽ റിലീസ് ചെയ്തത്. ബിജു മോഹൻ, ജോജു ജോർജ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ് വലതുവശത്തെ കള്ളൻ. ഒരു അഴിമതിക്കാരനായ പോലീസ് വേഷത്തിൽ ബിജു മേനോനും ഒരു ബുദ്ധിമാനായ ഹാക്കറുടെ വേഷത്തിൽ ജോർജ് ജോർജും ഇതിലെത്തുന്നു. കുറ്റവാളിയെ സൃഷ്ടിക്കുന്നതിൽ രക്ഷാകർത്താക്കളുടെ സ്വാധീനം എന്താണെന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രമേയം. ഈ സിനിമയിൽ മറ്റു വേഷങ്ങൾ ചെയ്യുന്നത് ലെന, ലിയോണ ലിഷോയ്, ഇർഷാദ് അലി തുടങ്ങിയവരാണ്. ആമസോൺ പ്രൈം വീഡിയോസ്, സിംപ്ലി സൗത്ത്, മനോരമ മാക്സ്, ലയൺസ്ഗേറ്റ് പ്ലേ എന്നീ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു ഹിന്ദി മൂവിയാണ് ഓ റോമിയോ. വിശാൽ ഭരദ്വാജ് സംവിധാനം ചെയ്ത് 2026 ഫെബ്രുവരി 13 റിലീസ് ചെയ്ത ഈ മൂവിയിൽ ഷാഹിദ് കപൂർ, തൃപ്തി ദിമ്രി, അവിനാഷ് തിവാരി, നാനാ പട്ടേക്കർ തുടങ്ങിയവർ ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമായ ഓ റോമിയോയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് ആണ്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ 2 ഓപ്ഷനിൽ സ്ട്രീമിംഗ് ആരംഭിച്ച ഈ മൂവി എല്ലാ പ്രൈം വീഡിയോസ് സബ്സ്ക്രൈബേഴ്സിനും ഏപ്രിൽ 10 മുതൽ ഈ മൂവി ലഭ്യമാകും. അടുത്ത മലയാള മൂവി ആശാൻ. ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്ത് ഇന്ദ്രൻസ് പ്രധാന വേഷത്തിലെത്തിയ കോമഡി ഡ്രാമ ഫിലിമാണ് ആശാൻ. ഇന്ദ്രൻസിനെ കൂടാതെ ജോമോൻ ജ്യോതിർ, മദൻ ഗൗരി, ടോബി തിലകൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. സിനിമയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെയും അദ്ദേഹത്തിന് ചുറ്റുമുള്ളവരുടെയും കഥയാണ് ഈ സിനിമയുടെ പ്രമേയം. ആമസോൺ പ്രൈം വീഡിയോസ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്ക്, അതായത് ഏപ്രിൽ മാസം 3-ാം തീയതി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തത് ആമസോൺ വീഡിയോസിന്റെ ഹിറ്റ് സീരീസ് ആയ ഫർസിയുടെ സീസൺ 2 ആണ്. ഷാഹിദ് കപൂർ, വിജയ് സേതുപതി എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഇവരെ കൂടാതെ KK മേനോൻ, രാശി ഖന്ന, ഭുവൻ അറോറ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. ഈ സീരീസിന്റെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. നമുക്ക് കാത്തിരിക്കാം റിലീസ് ഡേറ്റിന് വേണ്ടി. ഒരു തമിഴ് മൂവിയാണ് തായ് കിഴവി. നവാഗതനായ ശിവകുമാർ മുരുകേശിന്റെ സംവിധാനത്തിൽ രാധിക, മുനിഷ്കാന്ത്, സിംഗപുലി, ബാല ശരവണൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു കോമഡി ഡ്രാമ ഫിലിമാണ് തായ് കിഴവി. സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെയും കരുത്തിന്റെയും ആവശ്യകത സിനിമ ചർച്ച ചെയ്യുന്നതോടൊപ്പം പണത്തോടുള്ള ത്യാഗത്തെ പരിഹസിക്കുന്നതും ചർച്ച ചെയ്യുന്നു. ധീരതയും തന്റെടിയുമായ ഒരു വൃദ്ധയെ കേന്ദ്രീകരിച്ചാണ് സിനിമ നീങ്ങുന്നത്. സ്വന്തം മക്കൾക്കും ഗ്രാമവാസികൾക്കും അസ്വസ്ഥതയും പേടിയും ഉണ്ടാകുന്ന സ്വഭാവമാണ് വൃദ്ധയുടേത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഏപ്രിൽ 14 മുതൽ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് മൂവിയാണ് സ്വീറ്റി നോട്ടി ക്രേസി. രാജശേഖരൻ ജി ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ത്രിഗുൺ, ഇനിയ, ശ്രീജിത ഘോഷ്, തമ്പി രാമയ്യ, സത്യാൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത്. ഒരു റൊമാൻറ്റിക് കോമഡി ഫിലിമാണ് സ്വീറ്റി നോട്ടി ക്രേസി. 2026 ഫെബ്രുവരി 13 റിലീസ് ചെയ്ത ഈ മൂവി ടെൻകോട്ടയിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു മലയാള മൂവിയാണ് വിലായത്ത് ബുദ്ധ. ജയൻ നമ്പ്യാരുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ, ഷമ്മി തിലകൻ എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ ആക്ഷൻ ഡ്രാമ ഫിലിമാണ് വിലായത്ത് ബുദ്ധ. മറയൂരിലെ ചന്ദനക്കാടുകളാണ് സിനിമയുടെ പശ്ചാത്തലം. ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഇനം ചന്ദനമരമായ വിലായത്ത് ബുദ്ധ എന്ന ചന്ദനമരത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ സിനിമയുടെ പ്രമേയം. പൃഥ്വിരാജിന്റെയും ഷമ്മി തിലകന്റെയും പ്രകടനം എടുത്തു പറയേണ്ടതാണെങ്കിലും സിനിമ തിയേറ്ററിൽ പരാജയമായിരുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഈ വരുന്ന വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് നെറ്റ്ഫ്ലിക്സിന്റെ ഹിറ്റ് സീരീസുകളൊന്നായ സ്ട്രേഞ്ചർ തിങ്സിന്റെ അനിമേഷൻ സീരീസ് ആണ് സ്ട്രേഞ്ചർ തിങ്സ് ടെയിൽസ് ഫ്രം 85. 1985 ശൈത്യകാലത്താണ് ഈ സീരീസിന്റെ കഥ നടക്കുന്നത്. സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 2-ന്റെയും സീസൺ 3-യുടെ ഇടയിലുള്ള സമയത്താണ് ഇതിലെ സംഭവങ്ങൾ നടക്കുന്നത്. 2026 ഏപ്രിൽ 23 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ദ റണ്ണിംഗ് മാൻ. എഡ്ഗർ റൈറ്റ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഗ്ലെൻ പവൽ നായകനായെത്തുന്ന ഈ മൂവി ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. റെന്റൽ ഓപ്ഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ പർച്ചേസിലൂടെ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മലയാള മൂവി കർത്താവ് ക്രിയാകർമ്മം. അഭിലാഷ് എസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് R ഹരിലാൽ പ്രധാന വേഷത്തിലെത്തിയ ഒരു ത്രില്ലർ മൂവിയാണ് കർത്താവ് ക്രിയാകർമ്മം. ഫിലിം ക്രിട്ടിക്സിന്റെ സ്പെഷ്യൽ ജൂറി അവാർഡ് ഈ സിനിമയിൽ R ഹരിലാലിന്റെ പ്രകടനത്തിന് ലഭിച്ചു. മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് മർദാനി 3. റാണി മുഖർജി കേന്ദ്ര കഥാപാത്രമായി പോലീസ് വേഷത്തിലെത്തിയ ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് മർദാനി 3. ഇതിൽ റാണി മുഖർജിയെ കൂടാതെ മല്ലിക പ്രസാദും പ്രധാന വേഷത്തിലെത്തുന്നു. അഭിരാജ് മിനാവാല സംവിധാനം ചെയ്ത ഈ മൂവി ആദിത്യ ചോപ്രയുടെ യാഷ് രാജ് ഫിലിംസ് ആണ് നിർമ്മിച്ചത്. കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണ് ഈ സിനിമയുടെ പ്രമേയം.
നെറ്റ്ഫ്ലിക്സിലൂടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു വെബ് സീരീസാണ് ദ ബോയ്സ്. സൂപ്പർ ഹീറോ സീരീസായ ദ ബോയ്സിന്റെ അവസാന സീസണാണിത്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ പ്രളയത്തിന് ആദ്യ 2 എപ്പിസോഡുകൾ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഈ സീരീസിന്റെ ബാക്കി എപ്പിസോഡുകൾ ഓരോ ബുധനാഴ്ച റിലീസ് ചെയ്ത് മെയ് 20-ന് സീരീസ് അവസാനിക്കും. അടുത്ത മലയാളം മൂവി അനോമി. റിയാസ് മറാത്ത് സംവിധാനം ചെയ്ത് ഭാവനയും റഹ്മാനുമാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സയൻസ് ഫിക്ഷൻ ത്രില്ലർപ്പെടുത്താവുന്ന ഈ മൂവിയിൽ ഷെബിൻ ബെൻസൺ, അർജുൻ ലാൽ, ബിനു പപ്പു, വിഷ്ണു അഗസ്ത്യ, സുമിത് നവൽ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നു. ഭാവന ഒരു ഇടവേളയ്ക്ക് ശേഷം എത്തുന്നുവെന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ഭാവനയുടെയും റഹ്മാന്റെയും പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഏവറേജ് അഭിപ്രായം തിയേറ്ററിൽ നിന്ന് ലഭിച്ച ഈ മൂവിയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോസും സിംപ്ലി സൗത്തും സ്വന്തമാക്കിയെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്ക്, അതായത് ഏപ്രിൽ മാസം 3-ാം തീയതി OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്ത മലയാളം മൂവി ആശകൾ 1000. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. സിനിമയുടെ ആദ്യ പകുതി നല്ല രസകരമായ രീതിയിലും 2-ാം പകുതി വൈകാരിക നിറഞ്ഞതുമാണെന്നാണ് പ്രേക്ഷക പ്രതികരണം. ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് ജയറാം, കാളിദാസ് ജയറാം, ആശ ശരത് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി G. പ്രജിത്ത് സംവിധാനം ചെയ്തൊരു ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ് ആശകൾ 1000. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്ക് മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു മലയാളം വെബ് സീരീസാണ് ഷാഡോ പ്ലേ. കൊലപാതകങ്ങളോ കുറ്റകൃത്യങ്ങളോ അന്വേഷിക്കുന്ന രീതിയിലായിരിക്കും ഈ സീരീസ് എന്നുള്ളതാണ് ഇതിന്റെ പോസ്റ്ററുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ സീരീസിൽപ്പെടുത്താവുന്ന ഷാഡോ പ്ലേയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ മനോമാക്സ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 6 PM മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു സീരീസാണ് ദ ഹൗസ് ഓഫ് ദ സ്പിരിറ്റ്സ്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ സീരീസ് നിർമ്മിക്കുന്നത്. ഏപ്രിൽ 29 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും.